Hi friends, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിത് ചമ്മന്തി ഉണ്ടാക്കുന്നത് തേങ്ങ കൊണ്ടൊന്നുമല്ല, മുരിങ്ങയ്ക്ക കൊണ്ട് നല്ല ഒന്നാമത്തെ ഒരു ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയ്ക്ക ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 മുരിങ്ങയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങൾ അതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. കണ്ടോ, നമുക്കിതൊന്ന് കോരിയെടുക്കാം. മുരിങ്ങയ്ക്കയെല്ലാം നമ്മളിതേ കോരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത മുരിങ്ങയ്ക്കയാണ്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. മുരിങ്ങയ്ക്ക തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മാംസം മുഴുവൻ നമ്മളൊന്ന് ഒരു പ്ലേറ്റിലേക്കൊന്ന് ആക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മുരിങ്ങയ്ക്കയുടെ ഉള്ളിലുള്ളത് മൊത്തം നമ്മളിത് ഇതുപോലെ ഒന്ന് എടുക്കുക. മുരിങ്ങയ്ക്കയുടെ ഉള്ളിലുള്ള മാംസമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ തോട് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉള്ളിലുള്ളത് എടുക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ തൊലിയൊന്നും ചെത്തി കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ ഉള്ളിലുള്ള മാംസം മാത്രം എടുത്താൽ മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയും ഉണ്ടാവും. മുരിങ്ങയ്ക്കയുടെ ഉള്ളിലെ മാംസമൊക്കെ മാറ്റി നമ്മൾ തോട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മാംസം മാത്രമായിട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാൻ എടുക്കുക. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയും മുളകും ഒക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒന്ന് ചൂടായി ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറ് ഒക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയുടെ ആ ഒരു പൾപ്പും ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിയിലോ എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളിത് ചൂടാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സവാള ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് തന്നെയായിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കണ്ടോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി മുരിങ്ങയ്ക്ക ചമ്മന്തി. നല്ല ഹെൽത്തി ഒരു ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിന് കൂടെ വേറെ കൂട്ടാനൊന്നും വേണ്ടാട്ടോ. ഇത് കൂട്ടി നല്ല അന്തസ്സായിട്ട് നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.